ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും അഡ്വക്കേറ്റ് അഞ്ജലി സീരിയലിലെ നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അനുപമയാണെങ്കിൽ അർജുനെ മാറ്റി നിർത്തി ചോദിക്കണ്ട്, അർജുൻ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, അങ്കിൾ ആണെങ്കിൽ ആകെ കലി തുള്ളി നിൽക്കാണ്, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്, ഞാൻ പറഞ്ഞതല്ലേ, ഞാൻ പറഞ്ഞിട്ട് വന്നാ മതിയെന്ന്. എടത്തി അത് പിന്നെ എന്നിട്ട് അവളെവിടെ അഞ്ജലി എന്ന് ചോദിച്ചുകൊണ്ടിരിക്കെ തന്നെ അഞ്ജലി വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. രാവിലെ ആകുമ്പോഴാണ് അഞ്ജലി ആ വീട് ശരിക്കും ഒന്ന് നോക്കണത്. അതെ, അത് ആ വീട് തന്നെ, അഡ്വക്കേറ്റ് രാഘവനുണ്ണിയുടെ വീട്. അത് കാണുന്ന അഞ്ജലിക്ക് ആകെ ഷോക്ക് ആവാണ്. ഇത് ഇത് ശംഖുചക്രം തറവാടല്ലേ എന്ന് പറഞ്ഞിട്ട് അഞ്ജലി ചുറ്റും ഇങ്ങനെ നോക്കണ്ട. അതെ, ഇത് ആ തറവാട് തന്നെയാ എന്ന് പറഞ്ഞിട്ട് അഞ്ജലി ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ദേ നിൽക്കുന്നു അനുപമയും അർജുനും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കാണ്. അവിടെ അടുത്തേക്ക് നമ്മുടെ അഞ്ജലി വരുന്നുണ്ട്. എന്നിട്ട് സൂക്ഷിച്ച് അർജുന്റെ മുഖത്തേക്ക് നോക്കി പറയുന്നുണ്ട്, രാജു, നമ്മൾ എന്തിനാ ഇവിടേക്ക് വന്നത്? രാജുവിന് വീട് മാറിപ്പോയോ? ഇത് ശംഖുചക്രം തറവാടാണ് എന്ന് ചോദിക്കുമ്പോഴേക്കും എനിക്കറിയാം, ഞാൻ ഇങ്ങോട്ടേക്ക് തന്നെയാ വന്നത്. എന്തിനാ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്? എനിക്ക് ഈ വീട്ടിലേക്ക് കാണണ്ട. ദേ ഇവളുണ്ടല്ലോ, ഇതാ എന്റെ ചേച്ചി അനുപമ. എനിക്കറിയാം. അപ്പൊ അനുപമ ഉണ്ട്, ഓഹോ, അപ്പോ കൊച്ചു തമ്പുരാട്ടി സത്യങ്ങളൊന്നും ഇതുവരെ അറിഞ്ഞില്ലേ? എന്താ അർജുനെ, സത്യങ്ങളൊന്നും ഇവളോട് പറഞ്ഞില്ലേ? അർജുനോ? ഹാ, അപ്പൊ ഒന്നും അറിയില്ലല്ലേ? ഇനി ഞാനായിട്ടൊന്നും പറയുന്നില്ല. അതെ, നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അർജുൻ, ഓ അല്ലല്ല, രാജീവ്, രാജീവ് തന്നെ എല്ലാം പറഞ്ഞോളും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനുപമ കുറച്ചും കൂടെ മാറി നിൽക്കുകയാണ്. അർജുനോട് ചോദിക്കണ്ട് അഞ്ജലി, പറ പറ രാജു, എന്തിനാ അർജുൻ എന്നൊക്കെ അവര് പറയണത്? എന്താ എന്താ സംഭവം? കാര്യങ്ങൾ തുറന്നു പറ, എന്താ കാര്യം പറ. എനിക്കിപ്പോ ഏറെക്കുറെ രൂപങ്ങളൊക്കെ മനസ്സിലായി. സത്യം പറ, ഈ വീടും രാജുവും തമ്മിലുള്ള ബന്ധം എന്താ? അർജുൻ ആരാ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും അർജുൻ പറയണ്ട്, എടോ അത് ഞാൻ പിന്നെ എനിക്ക് തന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, മതി, സത്യം മാത്രം പെട്ടെന്ന് എന്നോട് പറഞ്ഞു. എന്താ കാര്യം? വിശദീകരണം ഒന്നും എനിക്ക് വേണ്ട. ആരാണ് അർജുൻ? അർജുനും രാജീവും തമ്മിലുള്ള ബന്ധം എന്താണ്? രാജീവ് എന്ന് പറഞ്ഞ എന്റെ മുമ്പിൽ നിൽക്കുന്ന നിങ്ങളും ഈ വീടും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് മാത്രമേ അഞ്ജലി ചോദിക്കുന്നുള്ളൂ. അത് ചോദിക്കുമ്പോൾ അർജുൻ പറയുന്നുണ്ട്, എടോ രാജീവ് രാജീവ് എന്നല്ല എന്റെ പേര്, അർജുൻ രാഘവ് എന്നാ. അപ്പോ നെറ്റീഷ്യ കമ്പനിയിലെ രാജീവ്, അതപ്പോ എന്നോട് കാണിച്ച കള്ളപ്പേരായിരുന്നോ? എടോ, തന്നോട് അടുക്കാനും തന്നെ സഹായിക്കാനും എനിക്ക് വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ മെനഞ്ഞെടുത്ത ഒരു കമ്പനിയാണ് നെറ്റീഷ്യ. പിന്നെ രാജീവ് എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞ ഒരു ഫേക്ക് നെയിമാണ്. എൻ്റെ പേര് അർജുൻ എന്നാണ്. ഇവിടുത്തെ രാഘവനുണ്ണി, തൻ്റെ ജന്മശത്രുവായിട്ടുള്ള രാഘവനുണ്ണിയുടെ മകനാ ഞാൻ, രണ്ടാമത്തെ മകൻ അർജുൻ രാഘവ്. അപ്പൊ എന്നെ ചതിക്കായിരുന്നല്ലേ എന്ന് പറഞ്ഞിട്ട് അർജുന്റെ ഷർട്ടിൽ കയറി പിടിച്ചിട്ട്, എന്തിനിങ്ങനെ പറഞ്ഞ് ചതിച്ചു തന്നെ? ചതി, ഇതിന് ഒറ്റ പേരേ ഉള്ളൂ, ചതി, ചതി മാത്രം. ഇനി എന്നോട് ഒന്നും പറഞ്ഞു പോരുത്. അർജുൻ രാഘവ് ചതിയൻ എന്ന് അഞ്ജലി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ തൊട്ട് പുറകിലായിട്ട് വരുവാണ് നന്ദിനി, മുത്തശ്ശി, ആ വീട്ടിൽ ആരൊക്കെയുണ്ടോ അവരെല്ലാവരും പുറത്തേക്ക് ഇറങ്ങും കേട്ടോ. അവര് കാണുന്ന നന്ദിനി കാണുന്ന കാഴ്ച പറഞ്ഞാൽ തന്റെ മോന്റെ കഴുത്തിൽ അഞ്ജലി കയറി പിടിക്കണതാണ് കാണുന്നത്. അത് കാണുമ്പോൾ തന്നെ ഈ അർജുൻ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് നന്ദിനി. പെട്ടെന്ന് തന്നെ അഞ്ജലി പെട്ടെന്ന് ഞെട്ടിപ്പോയിട്ട് നന്ദിനിയുടെ മുഖത്തേക്ക് നോക്കാണ്. അതാണ് അർജുന്റെ അമ്മ എന്ന് അഞ്ജലിക്ക് അറിയില്ലല്ലോ. അഞ്ജലി ഇങ്ങനെ നോക്കുമ്പോൾ നന്ദിനി അടുത്തേക്ക് വരുന്നുണ്ട്, പറയുന്നുണ്ട്, ഇവളെയും കൂട്ടിക്കൊണ്ട് നീ എന്തിനാണ് ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കുകയാണ്. അമ്മേ, അത് പിന്നെ എന്ന് പറയുമ്പോൾ അഞ്ജലി നന്ദിനിയുടെ മുഖത്തേക്ക് നോക്കാണ്. ഓ, അപ്പൊ ഇതാണ് അമ്മ എന്ന രീതിയിൽ. നാണമില്ലടി നിനക്ക് ഈ തറവാട്ടിലേക്ക് കയറി വരാനായിട്ട്? ഓ, നിന്റെ ചേച്ചിനെ കാണാൻ വേണ്ടി നീ വന്നതാണോ? എങ്കിലും കടക്കടി ഈ തറവാടിന്റെ ഗേറ്റിന് പുറത്ത്. നിനക്കൊന്നും കയറി വരാൻ പറ്റുന്ന തറവാടല്ലേ ഇത്? അമ്മേ മതി, നിർത്ത്. അഞ്ജലിക്ക് കയറി വരാൻ പറ്റുന്ന തറവാട് തന്നെയാണിത്. എനിക്ക് എന്തുമാത്രം അധികാരം ഈ തറവാട്ടിലുണ്ടോ അതേ അധികാരം ഇപ്പൊ അഞ്ജലിക്കും ഉണ്ട്. നീ എന്തൊക്കെയാടാ ഈ പറയണത്? അമ്മേ, എന്റെ അഞ്ജലിയുടെ വിവാഹം കഴിഞ്ഞു. അഞ്ജലി ഇപ്പോ എന്റെ ഭാര്യയാണ്. ഞാൻ കെട്ടിയ താലിയാണ് ഇവളുടെ കഴുത്തിൽ കിടക്കുന്നത് എന്ന് പറയുമ്പോ ആകെ ഷോക്കായിട്ട് നന്ദിനി അഞ്ജലിയുടെ കഴുത്തിൽ താലി നോക്കുന്നുണ്ട്. ഏ, നീ നീ എന്താ അർജുനെ തമാശ പറയാണോ? എല്ലാമേ സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞത്. അത് കേട്ട് അനുപം അവിടേക്ക് വരുന്നുണ്ട്. അയ്യോ ആന്റിക്കൊന്നും മനസ്സിലായില്ലേ? അതായത് ഈ പറയുന്ന അർജുൻ അഡ്വക്കേറ്റ് അഞ്ജലിയായിട്ട് പ്രണയത്തിലാണെന്നുള്ള സംശയം എല്ലാവർക്കും ഉണ്ടായതാണല്ലോ. എങ്കിൽ കേട്ടോ, ഇവർ രണ്ടുപേരും കൂടി രഹസ്യമായിട്ട് വിവാഹം കഴിച്ചു വന്നിരിക്കുക. ഓഹോ, അപ്പൊ നീയാണ് ഇവർക്ക് ഒത്താശ ചെയ്ത് കൊടുത്തല്ലേ? ചേച്ചിക്ക് പിന്നാലെ അനിയത്തിനെയും ഇവിടെ കൊണ്ടുവരാനുള്ള നിന്റെ അടവായിരുന്നു ഇതൊക്കെ അല്ലേ? അയ്യോ, എനിക്കതിന് ഒരു ആഗ്രഹമില്ല. ഞാൻ ആഗ്രഹിച്ചാലും അത് നടക്കാനും പോണില്ല. എനിക്കുണ്ടല്ലോ ദേ ഇവള്, അതായത് ഇവിടുത്തെ അഡ്വക്കേറ്റ് രാഘവനുണ്ണി ഇവളെ ശത്രുവല്ലേ? അദ്ദേഹം എത്രമാത്രം ഇവളെ വെറുക്കുന്നുണ്ടോ അത്രമാത്രം ഞാനും, അല്ലെങ്കിൽ അതിനേക്കാളും ഉപരി ഞാൻ ഇവളെ വെറുക്കുന്നുണ്ട്. പിന്നെ ഞാൻ എന്തിനാ ഇവൾ ഇങ്ങോട്ടേക്ക് മരുമകളായിട്ട് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് സമ്മതിക്കണം? എന്തായാലും അർജുൻ വിവാഹം കഴിച്ച അഞ്ജലിന അതെനിക്ക് മനസ്സിലായത് 2 ദിവസം മുമ്പാണ്. ഇവളെ വീട്ടിൽ പോയി സത്യങ്ങളൊക്കെ ഞാൻ തുറന്നു പറഞ്ഞു.
അവിടെ നിന്ന് ഇവിടെ നടതള്ളിയതാ. പിന്നെ ഇവർക്ക് നിൽക്കാൻ വേറെ സ്ഥലമില്ലല്ലോ, അതുകൊണ്ട് ഇവിടേക്ക് വന്നത്. അതൊക്കെ കേട്ടുകൊണ്ട് രാഘവനുണ്ണി അവിടെ നിന്ന് വരുവാട്ടോ. രാഘവന് വരുമ്പോഴേക്കും അർജുനാകെ പേടിച്ചു വിറച്ച് നിൽക്കാണ്. രാഘവനുണ്ണി ഇതൊരു കോടതി വളപ്പിലും വക്കീലിന്റെ വേഷത്തിലെ മാത്രമേ അഞ്ജലി കണ്ടിട്ടുള്ളൂ. ആദ്യമായിട്ടാ ഒരു അതായത് നമ്മുടെ വീട്ടിലൊരാള് എന്ന രീതിയിൽ ഇങ്ങനെ ഇറങ്ങി വരുന്ന കാണുന്നത്. രാഘവനെ കാണുമ്പോൾ തന്നെ അഞ്ജലിയുടെ കയ്യും കാലും വിറക്കാട്ടോ. കോടതിയിൽ വക്കീൽ കോട്ടൊക്കെ ഇടുമ്പോൾ അഞ്ജലി നല്ല കസർത്ത് സംസാരിക്കുന്നുണ്ടെങ്കിൽ മുഖാമുഖം കണ്ടപ്പോഴേക്കും അഞ്ജലിയുടെ കയ്യും കാലും ചെറുതായിട്ടൊന്ന് വിറച്ചു കേട്ടോ. അർജുനെ സൂക്ഷിച്ചു നോക്കാണ് രാഘവനുണ്ണി. അർജുനെ കൊല്ലാനുള്ള ദേഷ്യം രാഘവനുണ്ണിക്കുണ്ട്. ശേഷം നമ്മുടെ അഞ്ജലിനെ നോക്കുന്നുണ്ട്. എന്നിട്ട് രാഘവനുണ്ണി കുറച്ചുനേരം പരസ്പരം മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കട്ടോ. പെട്ടെന്ന് രാഘവന്റെ മനസ്സിൽ ഒരു ചിന്ത, ഒരു ആശയം, അല്ലെങ്കിൽ പെട്ടെന്നൊരു സൂത്രം തോന്നുകയാണ്. അഞ്ജലിനെ പറ്റിക്കാൻ ഇത് തന്നെ അവസരം. അഞ്ജലിനെ ചതിയിൽ വീഴ്ത്താം, അല്ലെങ്കിൽ ഇവിടെ മരുമകളായിട്ട് കയറി വന്നാൽ തനിക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നു രാഘവനുണ്ണിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ രാഘവനുണ്ണി പെട്ടെന്ന് പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയണ്ട്, എടാ മോനെ അർജുനെ, നീ കൊള്ളാടാ, നീ സൂപ്പർ, നീ കലക്കി, ഞാൻ പറഞ്ഞ പോലെ തന്നെ നീ ചെയ്തല്ലോടാ എന്ന് പറയണം. ഇത് കേട്ട് അഞ്ജലി ആകെ ഷോക്ക് ആവാട്ടോ. ഇവര് തമ്മിൽ എന്താ ഈ ഡീൽ എന്ന രീതിയിൽ അഞ്ജലി സൂക്ഷിച്ചു ഇവർ നോക്കുമ്പോഴേക്കും നമ്മുടെ അർജുനോട് രാഘവനുണ്ണി പറയണ്ട്, ഞാനിവളെ പ്രണയിച്ച് വലയിൽ വീഴ്ത്തണമെന്നേ ഞാൻ നിന്നോട് പറഞ്ഞുള്ളൂ. പക്ഷെ നീ വിവാഹം കഴിച്ചോണ്ടൊന്ന് സൂപ്പർടാ, ഞാൻ പറഞ്ഞത് അതേപടി നീ അനുസരിച്ചു. ഐ ലവ് യുടെ മോനെ അർജുനെ എന്ന് പറഞ്ഞിട്ട് ഉമ്മയൊക്കെ കൊടുക്കണം. അത് അഞ്ജലി ശരിക്കും വിശ്വസിക്കുന്നു കേട്ടോ. അഞ്ജലി രണ്ടുപേരും സൂക്ഷിച്ചു നോക്കാണ്. അപ്പോ എന്നെ ചതിക്കുമായിരുന്നു അച്ഛനും മോനും കൂടി എന്ന രീതിയിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷെ ഒന്നും ചോദിക്കുകയോ പറയോ ഒന്നും അഞ്ജലി ചെയ്യുന്നില്ല. കാരണം അഞ്ജലി ആകെ ഷോക്കായിട്ട് നിൽക്കുക കേട്ടോ. ആ സമയത്താണ് അവിടേക്ക് ഓടി വരുന്നത് നമ്മുടെ കുറുപ്പ്. അവിടേക്ക് വരുമ്പോൾ രാഘവനുണ്ണിക്ക് എന്ത് പറയണമെന്നറിയില്ല. കാരണം ഒട്ടും വിചാരിക്കാത്ത നേരത്തായി കുറുപ്പ് കൂടി നിൽക്കണം. അപ്പൊ കുറുപ്പിനെ കാണുമ്പോൾ രാഘവനുണ്ണി ആകെ ഷോക്കാവേണ്ട, എല്ലാവരും ഷോക്കായി നിൽക്കണം. രാഘവനുണ്ണടുത്ത് കുറുപ്പ് ചോദിക്കാൻ വേണ്ടി വന്നതാണ്. വേറൊന്നല്ല, അർജുനും ഈ അഞ്ജലിയും തമ്മിൽ എന്താണ് ബന്ധം, രണ്ടുപേരും തമ്മിൽ പ്രണയത്തിലാണോ, അങ്ങനത്തെ ചെറിയ ന്യൂസൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൽ വലിയ കാര്യമുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ കുറുപ്പ് അവിടേക്ക് വരുന്നത്. അപ്പൊ കുറുപ്പ് കാണുന്ന കാഴ്ചയോ, ദേ നിൽക്കുന്നു രാഘവനുടെ മകൻ അർജുൻ രാഘവ് അഞ്ജലിനെ വിവാഹം കഴിച്ചു വന്നിരിക്കുന്നു. അതും വിവാഹം കഴിഞ്ഞതോ താൻ നടത്തിയ സമൂഹ വിവാഹത്തിലാണ് ഇവരുടെ വിവാഹം കഴിഞ്ഞെന്നുള്ള കാര്യം നമ്മുടെ കുറുപ്പ് മനസ്സിലാക്കാണ്. ഇത് മനസ്സിലാക്കുന്ന കുറുപ്പിന് ആകെ ഭ്രാന്ത് പിടിക്കട്ടോ. രാഘവ, അപ്പൊ താൻ ചതിക്കുമായിരുന്നല്ലേ, തന്റെ മോനും താനും കൂടി ചേർന്ന് എന്നെ ചതിക്കുമായിരുന്നല്ലേ. എടോ, ഇന്നു മുതൽ താൻ എന്റെ ശത്രുവാടോ. ഇനി മുതൽ ഈ അഞ്ജലിയും ഇവളുടെ അച്ഛൻ ശിവരാമനൊന്നും അല്ല എന്റെ ശത്രു, താനാടോ, താനാണ് എന്റെ ശത്രു പട്ടികയിൽ ആദ്യത്തെ പേര് തന്റെ ആടോ. താൻ നോക്കിക്കോ, തന്നെയും തന്റെ കുടുംബത്തിനെ ഞാൻ ഇല്ലാതാക്കും. എന്നെയും എന്റെ മോളെയും എന്റെ കുടുംബത്തിനെയും ചതിച്ച തന്നെ ഞാൻ വെച്ചേക്കില്ലടോ. താൻ നോക്കിക്കോ, നിങ്ങൾ എല്ലാവരും ഞാൻ ഇല്ലാതാക്കിയിരിക്കും എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചിട്ടാണ് കുറുപ്പ് അവിടെ നിന്ന് പോകുന്നത് കേട്ടോ. കുറുപ്പിന്റെ വാക്ക് പിന്നെ നമ്മുടെ രാഘവനുണ്ണി മൈൻഡിൽ വിചാരിക്കുന്നില്ല. അയാളെ പറഞ്ഞ് മനസ്സിലാക്കാമെന്നാണ് രാഘവനുണ്ണി അപ്പോഴും വിചാരിക്കുന്നത്. എന്നാലും കുറുപ്പിന്റെ വഴിക്ക് പോകുന്നുണ്ട്. രാഘവനുണ്ണി പറയണ്ടേ, എടി നന്ദിനി, നിലവിളക്കും കൊടുത്ത് മരുമകളെ അകത്തേക്ക് കയറ്റടി എന്ന് പറയണം. അപ്പൊ നാളെ നമ്മുടെ അഞ്ജലി അകത്ത് കയറാൻ പോകുന്ന ഭാഗമാണ്. അതായത് അഞ്ജലി എന്തൊക്കെ പറഞ്ഞാലും പിന്നെ അവസാനം സമ്മതിക്കും കേട്ടോ, അകത്തേക്കൊക്കെ കയറുന്നൊക്കെ ഉണ്ട്. അതിനുശേഷം എന്ത് സംഭവിക്കുന്നുള്ള നാളത്തെ എപ്പിസോഡിൽ അറിയാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.